നമ്മുടെ ഫാദർ ജോസഫ് പുത്തമ്പരക്കാച്ചന് ക്ലബിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും പ്രാർത്ഥകമായ സ്വാഗതം ആശംസിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ബിൽഡിങ് നമ്മൾ പണിയണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വന്നൊരു അപേക്ഷ, ഒരു വീട് ഇല്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷ നമ്മളുണ്ട്. അന്ന് ആ അപേക്ഷ പൊതുയോഗത്തിൽ വെച്ചപ്പോൾ ഈ വീട് പണിത് കൊടുത്തതിന് ശേഷം മതി നമുക്കൊരു കയറി കിടക്കാൻ ഒരിടം എന്ന് പറഞ്ഞ ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കിടക്കുന്നത് ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ 10 പെൺകുട്ടികൾ, നിർദ്ധരായിട്ടുള്ള പെൺകുട്ടികളുടെ കല്യാണം നടത്തിയത്. അത് നമുക്കിവിടെ മാത്രമല്ല, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും നിർദ്ധരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അവർ കല്യാണം നടത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമീപത്തുള്ള ബാക്കി ആളുകൾക്ക് ഒരു മാതൃകയാക്കുകയും അതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു 3-4 വീടുകൾ ഈ പ്രദേശത്ത് തന്നെ നമ്മൾ പല ആളുകളും പ്രസ്ഥാനങ്ങൾ വെച്ചു കൊടുക്കുകയുണ്ടായി. അർത്ഥപൂർണമാവുന്ന ഇടപെടലാണ് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി പ്രഭാഷണ പരമ്പരകൾ അത് ഏറ്റവും ശ്രദ്ധേയമാവുന്നത് പ്രിയപ്പെട്ട പുത്തമ്പരക്കച്ചൻ്റെ പ്രഭാഷണത്തോടു കൂടി ആരംഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പുത്തമ്പരക്കച്ചൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വാക്കുകളിൽ സമ്മാനമാടുന്ന ഒരു പ്രഭാഷണത്തിന് ഈ വേദി ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ സാന്നിധ്യമാവാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ കൂടുതൽ പ്രസംഗിക്കുന്നത് ഒരു ഔചിത്യക്കേടാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയും അനുഭവത്തോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിന്തിക്കുകയാണ്. പ്രായമുള്ള ഒരമ്മച്ചി 50 പിള്ളേർക്ക് ലഡു ജിലേബി വിതമിച്ച് ആൾക്കാർ ചോദിച്ചു, ആൻ്റെയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണോ? അല്ല. പിന്നെ ഈ ലഡു ആൻ്റെയുടെ മറുപടി. 1 വർഷമായി സീരിയൽ ബർത്ത്ഡേ ആയിരുന്ന ശ്രീ മിനിഞ്ഞാന്ന് പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ആൻ്റെയുടെ നാട്ടുകാർ കൊടുക്കുക. ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് മലാഭ്യാസത്തിന് നമ്മൾ എന്ത് തിരക്കുപിടിച്ച് നടക്കുമ്പോഴും ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. തിരക്കെങ്കിലും കുടുംബം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ സമ്പത്തുണ്ടാവും, കുടുംബം നശിപ്പവും അവർക്കാണ്. അങ്ങനെ വരുമ്പോൾ 3 വാക്കുകൾ ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ പറയാം. 3 വാക്ക് നിങ്ങൾ എത്ര തിരക്ക് പിടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും 3 വാക്ക് പറയാം. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഈ 3 വാക്കാണ് താമസത്തിൽ പറയാം. പ്ലീസ്, ചായ എടുക്കടി, കറി വലക്കടി, ചോറ് വിളമ്പടി, അതിനകത്ത് പ്ലീസ് ഇല്ലല്ലോ.